ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതൊന്നും ഒരു പ്രശ്നമില്ലമ്മ. ഹരിസാറ് പാടത്തോ വേറെ എങ്ക പോനാലും ഞാൻ കൂടെ പോകും. അമ്മ എന്നോட തങ്കച്ചിക്ക് ഒരു ലൈഫ് കൊടുത്ത ആളല്ലേ അവര്. അവർക്ക് വേണേല് ഞാൻ എൻ ഉയർ വരെ കൊടുക്കും അമ്മ. കണ്ടിപ്പാ കൊടുക്കും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തോണ്ട് ഇനി കൂടെ കൂടെ യാത്രയും ക്യാമ്പും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും പറ്റില്ല. മനുവിന്റെ ജോലിയുടെ ഭാഗമല്ലേ, മനു പൊയ്ക്കും. ആദ്യം അവിടെ ആദി എടോ, ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും അവന്റെ മനസ്സ് ഫ്രഷ് ആയിരിക്കാൻ നോക്കണം. ആദ്യക്കുട്ടാ, അച്ഛനൊരു യാത്ര പോവാ. 2-3 ദിവസം കഴിഞ്ഞേ വരൂ. വരുമ്പോ മോൻ എന്താ കൊണ്ടുവരേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ആഗ്രഹം തോന്നിയാ അത് അച്ഛനോട് പറയണം. അച്ഛൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാമെന്ന്. എന്നിട്ട് എന്താ നീ അത് ചെയ്യാത്തത്? ഇനി അത് ഞാൻ എഴുതി വെക്കാം. അപ്പൊ ഓക്കെ, ഇത്തവണ കൂടെ അച്ഛന് ഇഷ്ടമുള്ളത്. ഓക്കേ. മനു തിരിച്ചു വരുന്നത് വരെ ഞാൻ അമ്മയടുത്ത് പോയി നിന്നോട്ടെ. മനു വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം എന്നു പറഞ്ഞ ഇവിടെ മനുഷ്യക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി മനു മാത്രമേ ഉള്ളൂന്ന്. ബാക്കിയുള്ളവരൊക്കെ കുഴപ്പക്കാരാണല്ലേ? ചെന്ന് കയറാൻ സമാധാനമുള്ളൊരു വീടുള്ളത് കാരണം കുഴപ്പമില്ല. അമ്മ പ്ലീസ്, അമ്മയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാ വീട്ടിൽ പോട്ടെ എന്ന് ജ്യോതി ചോദിച്ചത്. ഏത് സ്വഭാവം? ആവശ്യമില്ലാത്ത കാര്യത്തിന് കുത്തുവാക്ക് പറയുന്ന ഈ ശീലം. ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ അമ്മയ്ക്ക്? ഇപ്പൊ ഞാൻ ആരായി? ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി. വന്നു കയറിയവളുടെ മിടുക്ക്. ഒന്ന് നിർത്തമ്മേ. ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോ വെറുതെ മൂട് കളയല്ലേ. ഞാൻ ഇറങ്ങാം. ശരി, എന്നാ പോയിട്ട് വരാം. ബൈ. എന്തായാലും ഞാൻ കുഴപ്പക്കാരിയാണല്ലോ. ശരിക്കുള്ള കുഴപ്പം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മ അമ്മ വാമ്മ, ഇതാ ഇരിക്കെ. ശരവണ, നീ വന്നായിരുന്നോ? അമ്മ, മാർക്കറ്റിൽ നിത്യാவோட ഒരു ഫ്രണ്ടെ പാത്ത് അവരോட സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന அவருக்கு எந்த மாதிரி டீச்சர் அம்மா. நித்யா மேருக்கு வேற கல்யாணம் ஆயிடுச்சா? ஜீவன் சார் திரும்பி வந்தாச்சா? அவர் நித்யாவை கொல்லுமா இல்லையா? ഇവരെല്ലാം எப்படி അമ്മ കുഴந்தைകൾക്ക് കത്ത് കൊടുക്കും? ശരവണ, ചില ആളുകൾ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ നല്ലതൊന്നും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അന്വേഷിക്കുന്നത് മുഴുവൻ ദുരിതങ്ങളായിരിക്കും. അതവരുടെ ശീലമാണെന്ന് കരുതി വിടാനേ പറ്റൂ. ആ ശരവണ, ഇനി മുതൽ ഹരി എവിടെയെങ്കിലും പോകുമ്പോ ശരവണനും കൂടെ പോണം. ശരിമാ. ഒരു ധൈര്യത്തിന്. നമ്മളെല്ലാവരെയും സംരക്ഷിക്കാമെന്ന ധൈര്യം ഹരിക്കുണ്ട്. അപ്പോ ഹരിയെ നമ്മളും സംരക്ഷിക്കണ്ടേ? അതൊന്നും ഒരു പ്രശ്നമില്ലമ്മ. ഹരിസാറ് പാടത്തോ വേറെ എങ്ക പോനാലും ഞാൻ കൂടെ പോകും. അമ്മ എന്നോட തങ്കച്ചിക്ക് ഒരു ലൈഫ് കൊടുത്ത ആളല്ലേ അവര്. അവർക്ക് വേണേല് ഞാൻ എൻ ഉയർ വരെ കൊടുക്കും അമ്മ. കണ്ടിപ്പാ കൊടുക്കും. ഫോൺ അടിക്കുന്നത് രഘുവേട്ടനാ. ഹലോ, ആ രഘുവേട്ട.
ശരി. എന്നമ്മാ രഘു സാർ എപ്പോ വരും? ശരവണ, നീ ഒന്ന് വന്നേ, നമുക്ക് ഹരിയുടെ അടുത്തേക്ക് പോവാം. ഏതാവത് വിഷയം இருக்கா? വാ, എല്ലാവരോടും ഒന്നിച്ച് പറയാം. சரிம்மா வாங்கம்மா. ഹരി, ഹരി ഒന്നിങ്ങ് വന്നേ. നീ ഒന്ന് ചെന്ന് നോക്ക്. சரிம்மா. ഹരി സാർ, നിത്യമ്മ സാറെ അമ്മ ഇതാവണ. വാ. എന്താ അമ്മേ? പേടിക്കാനൊന്നുമില്ല. എന്താ സുജാതെ? രഘുവേട്ടൻ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. ആ രഘുവേട്ടൻ വരാൻ ടിക്കറ്റ് വരെ എടുത്തതാ. പക്ഷെ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് വരാൻ പറ്റൂന്ന്. അയ്യോ, എന്തു പറ്റി? രഘുവേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന വിശ്വകാന്ത് എന്നൊരാളുണ്ട്, ഒരു കർണാടകക്കാരൻ. അയാളും ഫാമിലിയും നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അയാളുടെ മകൾ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി നേപ്പാളിലായിരുന്നു. ഇപ്പൊ ആ കുട്ടി മിസ്സിംഗ് ആണെന്നാ പറയുന്നത്. അയ്യോ, എന്റെ ഈശ്വര, അതെന്ത് പറ്റി സുജാതെ? ഒരു ഐഡിയയും ഇല്ല. പഠിക്കുന്ന കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയതാ. അവിടെ എത്തിയിട്ടില്ലെന്നാ അവര് പറയുന്നത്. ശോ, ഇപ്പൊ 2-3 ദിവസമായി. എന്താ ഈ പറയുന്നേ? ഇത്ര ഉത്തരവാദിത്തമില്ലാത്തവരാണോ ഇതൊക്കെ നടത്തുന്നേ? വിവരം അറിഞ്ഞപ്പോ വിശ്വകാന്ത് വീണുപോയി. ഹോസ്പിറ്റലിലെ രഘുവേട്ടൻ അയാളുടെ കൂടെ. അവര് രണ്ടുപേരും ഒരുമിച്ച് നേപ്പാളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ടാ വൈകുമെന്ന് പറഞ്ഞത്. ഏറ്റവും അടുത്തൊരാൾക്കൊരു ആവശ്യം വരുമ്പോ കൂടെ നിൽക്കേണ്ടതല്ലേ? അങ്ങള് പോയിട്ട് വരട്ടെ. ആ അമ്മേ, ആ പെൺകുട്ടി കാണാതായതില് അവിടെ പോലീസ് അന്വേഷണമൊക്കെ നടക്കുന്നില്ലേ? ഉണ്ടാവും. നമ്മുടെ നാടല്ലല്ലോ. അവിടുത്തെ അന്വേഷണം എങ്ങനെയാ, പോലീസുകാരുടെ സ്വഭാവം എങ്ങനെയാ, ഒരു ധാരണയില്ലല്ലോ. എന്തായാലും അവരങ്ങോട്ട് ചെല്ലട്ടെ. அம்மா, இனி அந்த குழந்தைக்கு ஏதாவது லவ் மேட்டர் ஏதாவது இருக்குமா? இப்ப எல்லாம் அப்படிதானே. അതും അറിയില്ല. രഘുവേട്ടന് വല്ലാത്ത വിഷമമുണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതില്. എന്ത് ചെയ്യാനാ? ആ, പോയിട്ടെല്ലാം ശരിയായിട്ട് തിരിച്ചു വരട്ടെ. ആ